Hello guys, thanks for checking back on my channel, MrChef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ വളരെയധികം ആൾക്കാർ മീനിൻ്റെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറേയധികം റിക്വസ്റ്റ് വിട്ടിരുന്നു. ഫിഷിൻ്റെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഒരു അടിപൊളി ഫിഷ് പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീടിൻ്റെ കിച്ചണിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന മാതിരി നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതെങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. ഗയ്സ്, അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റിൽ കാണുന്ന ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഈ മാരിനേഷൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആദ്യമായി തന്നെ ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ജാറോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറോ എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 50 ഗ്രാം കുഞ്ഞുള്ളി, ഒരു തക്കാളിയുടെ 4 ഒരു 10 ഗ്രാം വെളുത്തുള്ളി, 10 ഗ്രാം ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി, എരിവുള്ള 5 ഗ്രീൻ ചില്ലി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ഇതള് കറിവേപ്പില, അടുത്തായിട്ട് 2 നാരങ്ങയുടെ നീര്. അടുത്തായി ഹാൻഡ് ബ്ലെൻഡർ എടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചെറുതായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള ഫിഷ് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മൾ ഇന്നൊരു ബട്ടർഫ്ലൈ സ്റ്റൈലിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ ഫിഷിൻ്റെ നടുവേ തന്നെ കീറിയിട്ടുണ്ട്. അതേമാതിരി തന്നെ നമ്മൾ നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ നമ്മൾ ഇതിൽ വരകൾ വിട്ടിട്ടുണ്ട്. ഞാനിന്ന് ഉപയോഗിക്കുന്നത് 1 കിലോ ഉള്ള കറുത്ത ആവോലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഫിഷ് ബട്ടർഫ്ലൈ ചെയ്ത് തന്നെ ഈ റെസിപ്പിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തായി നമുക്ക് മാരിനേഷൻ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മാരിനേഷൻ നമുക്ക് മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന മാതിരി അപ്ലൈ ചെയ്യാം. മീനിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മസാല അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത മീനിൻ്റെ ഗ്യാപ്പിലെല്ലാം നന്നായിട്ട് മസാല അപ്ലൈ ചെയ്യാം. പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ ലിഡ് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊരു 3 തുടങ്ങി 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്തിട്ട് വെക്കാം. അടുത്തത് നമുക്ക് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കി ഗ്രിൽ പാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ഒഴിക്കാം. അടുത്തത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് എടുത്ത് വെച്ച് ഏകദേശം 2 മിനിറ്റ് നേരം ഓരോ സൈഡ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 2 മിനിറ്റ് ആയിട്ട് നമുക്ക് മീനൊന്ന് തിരിച്ചിടാം. ഫിഷിൻ്റെ രണ്ടാമത്തെ സൈഡും 2 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കി പാൻ എടുത്ത് നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി സിലോ ഫോയിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ പാത്രത്തിൽ ബാക്കിയുള്ള മാരിനേഷൻ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഫിഷ് സിലോ ഫോയിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ പാനിൽ ബാക്കിയുള്ള മസാല നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാം. ഒരു സിലോ ഫോയിലും കൂടെ കട്ട് ചെയ്ത് ഇതിന് മുകളിലേക്ക് വെച്ച് നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് സീൽ ചെയ്യാം. അടുത്ത സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം അലുമിനിയം ഫോയിലിൽ റാപ്പ് ചെയ്ത് ഫിഷ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് പാനിൻ്റെ ലിഡും വെച്ച് നമുക്ക് ഏകദേശം ഓരോ സൈഡും 7 മിനിറ്റ് നേരം കുക്ക് ചെയ്യാം. സെറ്റ് ദ ടൈമർ ഫോർ 7 minutes. 7 minutes counting down. ഗയ്സ്, ഏകദേശം 7 മിനിറ്റ് ഉണ്ട്. നമുക്ക് അടുത്തായിട്ട് നമ്മളുടെ ഫിഷ് ഒന്ന് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തിടാം. മറിച്ചിട്ടതിന് ശേഷം പാനിൻ്റെ ലിഡ് വെച്ച് വീണ്ടും നമുക്കൊരു 7 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ആവോലി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ഫിഷ് തന്നെ ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ ഫിഷ് ചൂസ് ചെയ്യുമ്പോൾ അതിൽ ഫ്ലാറ്റ് ഫിഷ് ചൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിഷ് മെയിനായിട്ട് നമുക്ക് 2 ടൈപ്പിലാണുള്ളത്. ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ളതും രണ്ടാമത് ഫ്ലാറ്റ് ഫിഷും. ഇപ്പോൾ നമ്മളുടെ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഫിഷ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഫ്ലാറ്റ് ഫിഷ് ആണ്. പൊള്ളിക്കാനുള്ള റെസിപ്പികൾക്കെല്ലാം തന്നെ നമുക്ക് ഫ്ലാറ്റ് ഫിഷുകളാണ് ഏറ്റവും ബെസ്റ്റ്. റൗണ്ട് ഫിഷിന് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കിങ് ഫിഷ് ഇല്ലാന്നുണ്ടെങ്കിൽ ബാറക്കൂട മാതിരിയുള്ള ഫിഷുകൾക്കാണ് റൗണ്ട് ഫിഷ് എന്ന് പറയുന്നത്. നമ്മളുടെ വീഡിയോയ്ക്കകത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മളെപ്പോഴും ഫിഷ് അല്ലാന്നുണ്ടെങ്കിൽ മീറ്റുകൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് റെസ്റ്റ് ചെയ്തിട്ട് വെക്കുക.
ആ റെസ്റ്റിംഗ് ടൈമിലാണ് നമ്മളുടെ മാരിനേഷൻ നമ്മളുടെ മീറ്റിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഫിഷിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ച് നമ്മൾ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ഫ്ലേവറിലും നല്ല ടേസ്റ്റിലും നല്ല ജ്യൂസി ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. മിനിമം നമുക്കൊരു 3 to 4 hours മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറിൽ കിട്ടും. ഇല്ല നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കുക. അതായത് തലേദിവസം തന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുമാതിരി തന്നെ നമ്മൾ ഇന്ന് ഫിഷ് കട്ട് ചെയ്തിരിക്കുന്ന സ്റ്റൈലിന് പറയുന്നത് ബട്ടർഫ്ലൈ കട്ട് എന്നാണ്. അതായത് മീനിന്റെ നടുക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് ഫ്ലാറ്റ് ആക്കി എടുക്കുന്ന കട്ടിങ്ങിനാണ് നമ്മൾ ബട്ടർഫ്ലൈ കട്ട് എന്ന് പറയുന്നത്. പൊള്ളിച്ചെടുക്കുന്ന റെസിപ്പികൾക്ക് നമ്മൾ മീൻ ഉപയോഗിക്കുമ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഏരിയ നമുക്ക് മസാല പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഇന്ന് കടയിൽ നിന്ന് മേടിച്ചപ്പോൾ തന്നെ ബട്ടർഫ്ലൈ ചെയ്ത് വരഞ്ഞിട്ടാണ് മേടിച്ചത്. ഇനി നിങ്ങൾക്ക് ബട്ടർഫ്ലൈ കട്ട് എങ്ങനെ ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അടുത്ത റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ അതിൽ ബട്ടർഫ്ലൈ ആയിട്ട് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഞാൻ കാണിക്കുന്നതാണ്. ഗൈസ്, അതുമാതിരി തന്നെ നമ്മൾ ഇന്ന് ഈ ഫിഷ് പൊള്ളിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സിൽവർ ഫോയിലാണ്. അപ്പം നമ്മളുടെ നാട്ടിലുള്ള കുറേ പേർക്ക് സിൽവർ ഫോയിൽ ഉപയോഗിക്കുന്നതിന് പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ സിൽവർ ഫോയിലിന് പകരം വാഴയില ഉപയോഗിച്ച് മീൻ പൊള്ളിച്ചെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളുടെ ട്രഡീഷണൽ വേ എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ വാഴയിലക്കകത്താണ് പൊള്ളിക്കുന്നത്. ഇപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ എനിക്കത് മേടിക്കാൻ പറ്റിയില്ല, അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സിൽവർ ഫോയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ട് ആവുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളുടെ ഫിഷിൻ്റെ രണ്ടാമത്തെ 7 മിനിറ്റും നമ്മളിവിടെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായി നമ്മളുടെ സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം പാത്രത്തിൻ്റെ ലിഡ് മാറ്റി 5 മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഗൈസ്, നമ്മളുടെ ഫിഷ് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ഫിഷ് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അടുത്തത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത കുറച്ച് ലെമണുകൾ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് അറേഞ്ച് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഫിഷ് പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പീസ് ഒന്ന് എടുത്തു നോക്കാം, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ജ്യൂസി ആയിട്ടാണോ ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളുടെ ഫിഷ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേമാതിരി തന്നെ നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഗൈസ്, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ പൊള്ളിച്ച മീനൊന്ന് ടേസ്റ്റ് നോക്കാം. ഗൈസ്, നമ്മളുടെ ഫിഷ് പൊള്ളിച്ചത് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല ജ്യൂസിയാണ്, മസാലയൊക്കെ കറക്റ്റാണ്, ഉപ്പ് എരിവൊക്കെ നല്ല ബാലൻസ്ഡ് ആണ്. അപ്പം മീൻ പൊള്ളിച്ചത് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇതുണ്ടാക്കാനുള്ള കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ സിൽവർ ഫോയിൽ അല്ലാന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾക്ക് വാഴയിലയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രില്ലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഓവനിൽ വെച്ച് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എനിക്കിന്ന് വാഴയില കിട്ടാത്തതുകൊണ്ടാണ് ഞാനിന്ന് അലുമിനിയം ഫോയിലിൽ വെച്ച് ഉണ്ടാക്കിയത്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നന്നായിട്ട് ജ്യൂസി ആയിട്ട് നമ്മളുടെ മാരിനേഷനൊക്കെ നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡായി ജ്യൂസിനെസ് പോകാണ്ടിരിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. എനിവേ, നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിരിക്കുക. അതുമാതിരി തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോയ്ക്ക് ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുമാതിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ വരും. So eat good food, stay healthy, and I'll see you with a different video. Bye bye.